എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഓൾ PSC എക്സാം ടിപ്സിലേക്ക് സ്വാഗതം ചെയ്യാണ്. LDC പരീക്ഷയ്ക്ക് ഗുണപ്രദമാകുന്ന രീതിയിൽ മാത്സുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് ഈ വീഡിയോ ക്ലാസ്സിൽ നമ്മളൊന്ന് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. ഇന്നിവിടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് 13/125 ദശാംശ രൂപം എന്ത് എന്നാണ് നമ്മുടെ ചോദ്യം. ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു ചോദ്യം നമുക്ക് ലഭിക്കുന്ന സമയത്ത് 13/125 അതിൽ ആ ഡിനോമിനേറ്ററിലുള്ള ഭാഗം നമുക്ക് 100ലേക്കോ അല്ലെങ്കിൽ 1000ലേക്കോ ഒക്കെ മാറ്റാൻ പറ്റുമെന്നൊന്ന് ചെക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ ഈ 125നെ നമുക്ക് 1000 എന്നതിലേക്ക് മാറ്റാൻ പറ്റും. ഇതേ ഇൻറ്റു 8 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1000 എന്ന് കിട്ടും. വാല്യൂവിൽ ചേഞ്ച് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോൾ ഡിനോമിനേറ്ററിനെ 8 കൊണ്ടാണ് ഗുണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ന്യൂമറേറ്ററിനെ എന്ത് ചെയ്യണം? 8 കൊണ്ട് ഗുണിക്കണം. അതായത് ശരിക്കും 8/8 കൊണ്ടാണ് ഗുണിച്ചിരിക്കുന്നത്. അതായത് 1 ആണ്. ഏതൊരു സംഖ്യയെ 1 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ ആ സംഖ്യ തന്നെയാണ് ലഭിക്കുക. വാല്യൂവിൽ യാതൊരു വിധത്തിലുള്ള വ്യത്യാസവുമില്ല. അപ്പോൾ ഇവിടെ നമുക്ക് ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് ഇപ്പം നമുക്ക് 125 ഇൻറ്റു 8 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 1000 എന്ന് നമുക്ക് ലഭിക്കും. ഇനി ന്യൂമറേറ്റർ എന്ന് പറയുന്നത് 13 ഇൻറ്റു 8 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് 8 3 24, 8 1 8 ആണ്. സിസ്റ്റം 2 ഉണ്ട്. അപ്പോൾ നമുക്ക് 104 എന്ന് കിട്ടും. 104 ഡിവൈഡഡ് ബൈ 1000 ചെയ്തിട്ടുണ്ടെങ്കിൽ 0.104 എന്നാണ് കിട്ടുക. 0.104 എന്ന ആ ഒരു സംഖ്യയാണ് കിട്ടുക. ഇതാണ് 13/125 ദശാംശ രൂപം എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. അപ്പം ഇങ്ങനെ ഒരു ചോദ്യം നമുക്ക് ലഭിക്കുമ്പോൾ എപ്പോഴും ഇങ്ങനെയുള്ള ചോദ്യം തരുമ്പോൾ അതിൻ്റെ ഡിനോമിനേറ്റർ ഭാഗം 100ലേക്കോ അല്ലെങ്കിൽ 1000ലേക്കോ ഒക്കെ മാറ്റുന്ന രീതിയിലായിരിക്കും പരീക്ഷയ്ക്ക് തരാറുള്ളത്. ആ ഒരു രീതി മനസ്സിലാക്കിക്കൊണ്ട് ഈ ഒരു ചോദ്യം നമ്മൾ ചെയ്യുകയാണെങ്കിൽ എളുപ്പത്തിൽ നമുക്കതിൻ്റെ ഉത്തരം കിട്ടുന്നതാണ്. നമ്മൾ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് 52ാമത്തെ ചോദ്യമാണ്. 5% വാർഷിക നിരക്കിൽ കൂട്ടുപലിശ കണക്കാക്കുന്ന ബാങ്കിൽ സുമേഷ് 10,000 രൂപ നിക്ഷേപിച്ചു. 2 വർഷം കഴിയുമ്പോൾ അയാൾക്ക് എത്ര രൂപ കിട്ടും എന്നാണ് നമ്മുടെ ചോദ്യം. കൂട്ടുപലിശ കണക്കാക്കാനുള്ള സൂത്രവാക്യം നമുക്കറിയാം. എമൗണ്ട് ഈസ് ഈക്വൽ ടു P ഇൻറ്റു 1 + R/100 ഓൾ റേസ് ടു N എന്നതാണ് കൂട്ടുപലിശ കണക്കാക്കാനുള്ള സൂത്രവാക്യം. ഇവിടെ നമ്മുടെ ചോദ്യത്തിൽ 5% വാർഷിക നിരക്കിൽ എന്ന് നൽകിയതുകൊണ്ട് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആറിൻ്റെ വാല്യൂ നമുക്ക് 5 ആണെന്നറിയാം. അതേപോലെ തന്നെ സുമേഷ് ബാങ്കിൽ നിക്ഷേപിച്ചിരിക്കുന്നത് 10,000 രൂപയാണ് എന്ന് നൽകിയതുകൊണ്ട് പിൻ്റെ വാല്യൂ 10,000 ആണെന്നും നമുക്കറിയാൻ പറ്റും. എത്ര വർഷമാണ് നിക്ഷേപിച്ചിരിക്കുന്നത്? 2 വർഷമാണ് നിക്ഷേപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എന്നിൻ്റെ വാല്യൂ നമുക്ക് ലഭിക്കും. ഈ ഒരു ഇക്വേഷനിലേക്ക് ഇത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ A ഈസ് ഈക്വൽ ടു 10,000 ഇൻറ്റു 1 + 5/100 ഓൾ റേസ് ടു 2 എന്ന് കിട്ടും. എന്തുകൊണ്ടാണ് 5 എടുത്തതെന്നും എന്തുകൊണ്ടാണ് 2 എന്നത് എന്നിൻ്റെ സ്ഥാനത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതെന്നും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആറിൻ്റെ വാല്യൂ 5 ആണ്. അതുകൊണ്ടാണ് ആറിൻ്റെ സ്ഥാനത്ത് 5 കൊടുത്തത്. എന്നിൻ്റെ വാല്യൂ 2 ആണ്. അതാണ് എന്നിൻ്റെ സ്ഥാനത്ത് 2 കൊടുത്തത്. പിൻ്റെ വാല്യൂ 10,000 ആണ്. അതായത് അവിടെ പിൻ്റെ സ്ഥാനത്ത് 10,000 കൊടുക്കുന്നു. അതായത് പ്രിൻസിപ്പൽ, അതായത് നിക്ഷേപിക്കുന്ന തുക. ഇത് നമുക്ക് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് എന്തെന്ന് പറയുന്നത്? എമൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ 2 വർഷം കഴിയുമ്പോൾ അയാൾക്ക് എത്ര രൂപ കിട്ടുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എന്താണ് ടോട്ടൽ എമൗണ്ട് ആണ് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. ചിലപ്പോൾ പരീക്ഷയ്ക്ക് 2 വർഷം കഴിയുമ്പോൾ അയാൾക്ക് എത്ര രൂപയാണ് പലിശ കിട്ടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ തുടക്കത്തിൽ ഇൻവെസ്റ്റ് ചെയ്ത ആ 10,000 രൂപയോട് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന എമൗണ്ട് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്രയാണ് പലിശ കിട്ടിയെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു രീതിയിലും ചോദ്യങ്ങൾ വരുമെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു ചോദ്യം ചെയ്യുകയാണെങ്കിൽ 10,000 ഇൻറ്റു ഇതിനെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 100 പ്ലസ് ഈ 5 കൂടെ ചെയ്താൽ 105 ഡിവൈഡ് ബൈ 100 ഓൾ സ്ക്വയർ എന്നാണ് വരിക. അതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 105/100 ഇൻറ്റു 105/100 എന്ന് എഴുതാൻ പറ്റും. ഈ 100നെ നമുക്കിവിടെ എന്ത് ചെയ്യാം? വെട്ടിച്ചെറുതാക്കാം. അതായത് ഈ 2 0 പോയി. അതിനുശേഷം ഈ 100നെ 5 വെച്ചിട്ട് വെട്ടുകയാണെങ്കിൽ നമുക്ക് ഇവിടെ 20 എന്ന് കിട്ടും. ഇവിടെ നമുക്ക് 21 എന്ന് കിട്ടും. ഇനി വീണ്ടും 5 വെച്ച് നമ്മൾ വെട്ടുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ലഭിക്കുന്നത് 4 എന്നാണ്. ഇവിടെ നമുക്ക് 21 എന്ന് കിട്ടും. ഇവിടെ നമുക്ക് ഇതിനെ വീണ്ടും ഇവിടെ അങ്ങോട്ട് വെട്ടിച്ചുരുക്കുകയാണെങ്കിൽ 4 എന്ന് പറയുമ്പോൾ 25 ആണ്. അതായത് 441. 21 ഇൻറ്റു 21 എന്ന് പറയുമ്പോൾ 441 ആണ്. 441 ഇൻറ്റു 25 ചെയ്താൽ കിട്ടുന്നതാണ് നമ്മുടെ എമൗണ്ട് എന്ന് പറയുന്നത്.
അതെത്രയാണ്? 11,025 എന്നതാണ് നമ്മുടെ എമൗണ്ട് എന്ന് പറയുന്നത്. 11,025 ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. അപ്പം 441 ഇൻറ്റു 25 ചെയ്താൽ കിട്ടുന്നതാണ് നമ്മുടെ എമൗണ്ട്. ആ എമൗണ്ട് എന്ന് പറയുന്നത് എത്രയാണ്? 11,025. ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. ഇതേ ചോദ്യം തന്നെ നമുക്ക് വേറൊരു രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ അത് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് അറിയില്ല. അതിൻ്റെ കുറച്ച് ബേസിക് കാര്യങ്ങൾ നമ്മൾ പഠിക്കണം. അത് മനസ്സിലാവുമെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഫോളോ ചെയ്യുക. അതായത് നമ്മൾ ഈ 2 വർഷത്തെ പലിശ, അപ്പോൾ നമ്മൾ 11 എന്ന് പറയുന്നത്, അതേപോലെ തന്നെ അതിൻ്റെ ഗുണിതമായിട്ട് വരുന്ന 121, പിന്നെ വരുന്ന 1331, അതായത് 3 വർഷം, ഇത് 2 വർഷം, ഇത് 1 വർഷം. ഇവിടെ ഇപ്പോൾ ഈ 2 വർഷമാണ് ഇവർ തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ 121 എന്ന് എഴുതുക. തുടക്കത്തിൽ ഉള്ള ആ 10,000 ഇവിടെ എഴുതുക. അതിൻ്റെ 5%, അതായത് ഇവിടെ 5% എന്നാണ് നൽകിയത്. ഈ 10,000-ൻ്റെ 5% എവിടെ എഴുതേണ്ടത്? 2ൻ്റെ താഴെ എഴുതേണ്ടത്. അതായത് 10,000-ൻ്റെ 10% എന്ന് പറഞ്ഞാൽ 1000 ആണ്. അതിൻ്റെ പകുതി 5% നമുക്കിവിടെ 500 എന്ന് കിട്ടും. തൊട്ടടുത്തായിട്ട് ഈ 1ൻ്റെ താഴെ 500-ൻ്റെ 5% എഴുതണം. അതായത് നമുക്കിവിടെ 500-ൻ്റെ 10 50 ആണ്. 50-ൻ്റെ പകുതി എന്ന് പറയുന്നത്, അതായത് 5%, 25 എന്ന് നമുക്ക് കിട്ടും. ഇനി നമുക്കിതിൻ്റെ എമൗണ്ട് ആണ് കണ്ടുപിടിക്കണമെങ്കിൽ 10,000 ഇൻറ്റു 1 ചെയ്യുക. അപ്പോൾ നമുക്കവിടെ 10,000 എന്ന് തന്നെയാണ് വരിക. ഇവിടെ 500 ഇൻറ്റു 2 ചെയ്യുക, നമുക്ക് അവിടെ 1000 എന്നാണ് കിട്ടുക. 25 ഇൻറ്റു 1 ചെയ്യുക. ഇതെല്ലാം കൂടി കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും? 11,025 എന്ന് കിട്ടും. ഇങ്ങനെ എളുപ്പത്തിൽ നമുക്ക് കണ്ടുപിടിക്കാം. ഇനി 1 വർഷമാണെങ്കിൽ ഈ 11 എടുക്കേണ്ടത്. 3 വർഷമാണെങ്കിൽ 1331 എന്നാണ് എടുക്കേണ്ടത്. അതേപോലെ തന്നെ ഇനി പലിശയാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞെങ്കിൽ ഇത്രയും ഭാഗം മാത്രം നമ്മൾ എടുത്താൽ മതി. അതായത് 500 ഇൻറ്റു 2 1000 പ്ലസ് 25 ഇൻറ്റു 1 25. അപ്പോൾ 1000 പ്ലസ് 25 1025. ഇത് വളരെ സിമ്പിളായിട്ട് നമ്മൾ ഈ പറയുന്ന കൂട്ടുപലിശ എന്ന് പറയുന്ന ഭാഗത്ത് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. ഇത് അറിയെങ്കിൽ മാത്രം ഇത് ഫോളോ ചെയ്യുക, ഇല്ലെങ്കിൽ നമ്മൾ സാധാരണ ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യുക. പക്ഷേ ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ തൊട്ട് മുമ്പ് ഇങ്ങനെ വെട്ടിച്ചുരുക്കി പോയില്ലേ, അങ്ങനെ നമുക്ക് കുറേ സമയം അവിടെ നഷ്ടപ്പെടുന്നത് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലാഭിക്കാൻ പറ്റും. പക്ഷെ അറിയെങ്കിൽ മാത്രം എന്ത് ചെയ്യണം? ഇത് ഫോളോ ചെയ്യണം. ഇത് നല്ലൊരു ബെസ്റ്റ് മെത്തേഡാണ്. നമ്മൾ ഈ ബാങ്കിങ്ങിനൊക്കെ പഠിക്കുന്ന സമയത്ത് അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഈ രീതിയാണ്. SSC പോലുള്ള പരീക്ഷകളൊക്കെ എഴുതാൻ പോകുമ്പോൾ നമ്മൾ ഈ രീതി ഉപയോഗിച്ചാണ് ഉത്തരം കണ്ടുപിടിക്കുക. അപ്പോൾ ആ ഒരു രീതി പഠിച്ചു വെക്കുകയാണെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ഇനി അടുത്തത്, ഏത് സംഖ്യയുടെ 75% 15 എന്നാണ് നമ്മുടെ ചോദ്യമായിട്ട് തന്നിരിക്കുന്നത്. അപ്പോൾ നോക്കുക, ഏതോ ഒരു സംഖ്യയുണ്ട്. എന്താണ്? ഏതോ ഒരു സംഖ്യയുണ്ട്. ആ സംഖ്യയുടെ 75% 75%. നമുക്കറിയാം ശതമാനം എന്ന് പറഞ്ഞാൽ 75%, 75/100. അപ്പം എക്സിൻ്റെ 75% എന്ന് പറയുമ്പോൾ എക്സ് ഇൻറ്റു 75/100. അതാണ് ഇവിടെ തന്നിരിക്കുന്ന 15 എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കുക, ഇതിനെ നമ്മൾ ഇങ്ങോട്ട് ഗുണിക്കുകയാണെങ്കിൽ ഇൻറ്റു 100 ഡിവൈഡ് ബൈ 75 എന്ന് വരും. നമ്മൾ 15 വെച്ച് പോവുകയാണെങ്കിൽ 5 വട്ടം, 5 വെച്ച് ഇങ്ങനെ വെട്ടിക്കഴിഞ്ഞാൽ 20. അപ്പോൾ ഇവിടെ നമ്മുടെ ഉത്തരം എന്താണ്? ഈ എക്സ് എന്ന് പറയുന്നത് 20 ആണ്. അതായത് 20 എന്ന് പറയുന്ന ആ നമ്പറിൻ്റെ 75% 15 എന്നാണ് ഉദ്ദേശിക്കുന്നത്. 75% 15 എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മുടെ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അടുത്ത ചോദ്യം, 2 കോണുകൾ തമ്മിലുള്ള അംശബന്ധം 1:2 ആണ്. ഇപ്പോൾ എക്സും വൈ എന്നിങ്ങനെ 2 കോണുണ്ടെന്ന് നോക്കുക. അത് തമ്മിലുള്ള റേഷ്യോ 1:2 ആണ്. ചെറിയ കോൺ 6 ഡിഗ്രി കൂടുകയും വലിയ കോൺ 6 ഡിഗ്രി കുറയുകയും ചെയ്തപ്പോൾ അംശബന്ധം 2:3 ആയി. എന്നാൽ ആദ്യത്തെ കോൺ എത്ര ഡിഗ്രിയാണ് എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നതിൽ ഈ എക്സ് എന്ന് പറയുന്ന 1:2, x:y എന്ന് പറയുന്നത് 1:2 ആണ്. അപ്പോൾ നമുക്ക് ഈ ചെറിയ കോൺ എന്ന് പറയുന്നത് എക്സ് ആയിട്ട് എടുക്കാം. വലിയ കോണിനെ നമുക്ക് 2x ആയിട്ട് എടുക്കാമല്ലോ. വലിയ കോണിനെ നമുക്ക് 2x ആയിട്ട് എടുക്കാൻ പറ്റും. ഇനി ഇവിടെ പറയുന്നത് ചെറിയ കോൺ 6 ഡിഗ്രി കൂടുകയും എന്നാണ് പറയുന്നത്. അപ്പോൾ x+6 എന്ന് എടുക്കാമല്ലോ. അതേപോലെ തന്നെ വലിയ കോൺ 6 ഡിഗ്രി കുറയുകയും എന്നാണ് പറഞ്ഞത്. അപ്പോൾ 2x - 6 എന്ന് എടുക്കാമല്ലോ. ഇവ തമ്മിലുള്ള റേഷ്യോ ആണ് തന്നിട്ടുള്ളത് 2:3, അതായത് 2/3 എന്ന് തന്നത്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു കാരണവശാലും നേരെ തിരിച്ചെടുക്കാൻ പാടില്ല. അതായത് ഇവിടെ ചെറിയ കോൺ ബൈ വലിയ കോൺ എന്നാണ് തരുന്നത്. ആ ഒരു രീതിയിലുള്ള റേഷ്യോ ആണ് 2:3 എന്ന് പറയുന്നത്.
എന്തെങ്കിലും കാരണം കൊണ്ട് നേരെ തിരിഞ്ഞു പോയിട്ട് നമ്മൾ 2/3 എന്ന് തന്നെ എടുത്തു കഴിഞ്ഞാൽ ഉത്തരം തെറ്റിപ്പോകും. അപ്പോൾ അതൊക്കെ ഇവിടെ കൃത്യമായിട്ട് ചോദ്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ഇനി നമ്മൾ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. ഇതിനെ നേരെ ഇങ്ങോട്ട് ഗുണിച്ച് കഴിഞ്ഞാൽ 3x പ്ലസ് 6 × 3 എന്ന് പറയുമ്പോൾ 18 എന്ന് വരും. ഈസ് ഈക്വൽ ടു ഇതിനെ ഇങ്ങോട്ട് ഗുണിച്ച് കഴിഞ്ഞാൽ 4x മൈനസ് 12 എന്നാണ് വരിക. ഇനി നമുക്ക് ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ 18 പ്ലസ് 12 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ 4x മൈനസ് 3x എന്ന് വരും. ഇവിടെ നമുക്ക് 18 പ്ലസ് 12 എന്ന് പറയുമ്പോൾ എത്രയാണ് വരുന്നത്? 30 എന്നാണ് വരുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 4x മൈനസ് 3x എന്ന് പറയുമ്പോൾ x എന്ന് കിട്ടി. അപ്പോൾ ഇവിടെ x എന്ന് പറയുമ്പോൾ ചെറിയ കോണാണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ആദ്യത്തെ കോൺ എത്ര ഡിഗ്രി എന്നാണ്, അതായത് ആ ചെറിയ കോൺ എത്ര ഡിഗ്രി എന്നാണ്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ എ 30 എന്നാണ് ഉത്തരമായിട്ട് വരേണ്ടത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ നമ്മൾ ചെയ്യേണ്ടത്. ഇനി ഇതിൽ എളുപ്പമുള്ള മെത്തേഡ് നിങ്ങൾ കൈവശം ഉണ്ടെങ്കിൽ ആ രീതി ഫോളോ ചെയ്യുക. ഇത് നിങ്ങൾക്ക് എളുപ്പമായി തോന്നുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾ ഫോളോ ചെയ്യുക. ഇനി നമ്മുടെ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഒരു സംഖ്യയുടെ 5 മടങ്ങ് ആ സംഖ്യയേക്കാൾ 4 കൂടുതലായ മറ്റൊരു സംഖ്യയുടെ 3 മടങ്ങിന് തുല്യമാണെങ്കിൽ സംഖ്യ ഏത് എന്നാണ് 55ാമത്തെ ചോദ്യമായിട്ട് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ തന്നിരിക്കുന്നു ഒരു സംഖ്യയുടെ 5 മടങ്ങ്. ഞാൻ സംഖ്യ എക്സ് ആയിട്ട് എടുത്തിരിക്കുന്നു. ആ സംഖ്യയുടെ 5 മടങ്ങ് എന്ന് പറഞ്ഞാൽ 5x ആയിട്ട് എടുത്തിരിക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ശ്രദ്ധയോടുകൂടി ഓരോ കാര്യങ്ങളും നല്ല രീതിയിൽ വായിച്ചിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട്, ഉത്തരം ചെയ്യാനായിട്ട്. അപ്പോൾ ഇവിടെ നോക്കുക, ഒരു സംഖ്യയുടെ 5 മടങ്ങ് എന്ന് പറഞ്ഞാൽ 5x ആണെന്ന് നമ്മളിവിടെ എത്തിയിരിക്കുന്നു. ആ സംഖ്യയേക്കാൾ 4 കൂടുതലായ, ഏത് സംഖ്യയേക്കാൾ? ഈ എക്സിനേക്കാൾ 4 കൂടുതലായ, അതായത് x+4 കൂടുതലായ മറ്റൊരു സംഖ്യയുടെ, അപ്പോൾ ഇവിടെ മറ്റൊരു സംഖ്യ എന്ന് പറയുന്നത് x+4 ആണ്. ആ സംഖ്യയുടെ 3 മടങ്ങിന് തുല്യമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ 3 × x+4 എന്തിനോട് ഈക്വൽ ആണ്? 5x ഈക്വൽ ആണ്. ഇനി സിമ്പിളായിട്ട് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. 5x ഈസ് ഈക്വൽ ടു ഇതിനെ ഉള്ളിലോട്ട് മൾട്ടിപ്പിൾ ചെയ്യുക. അപ്പോൾ ഇവിടെ 3x വരും. പ്ലസ് 3 × 4 ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര എന്ന് കിട്ടും? 12 എന്ന് കിട്ടും. ഇതിനെ നേരെ ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പോൾ ഇവിടെ 5x മൈനസ് 3x എന്ന് പറയുമ്പോൾ എന്താണ്? 5x മൈനസ് 3x ഈസ് ഈക്വൽ ടു 12 ആണ്. 2x ഈസ് ഈക്വൽ ടു 12 ആണ്. x ഈസ് ഈക്വൽ ടു 6 എന്ന് കിട്ടി. അതാണ് നമ്മുടെ സംഖ്യ. ഇവിടെ ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഈ ഒരു ചോദ്യം ചെയ്യുക. അപ്പോൾ ആദ്യം നമ്മൾ ചോദ്യ രീതിയിൽ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? സിമ്പിളായിട്ട് ഈ ഉത്തരത്തിലേക്ക് എത്താം, ആ ഒരു ഇക്വേഷൻ നമ്മൾ ഫോം ചെയ്യുകയാണെങ്കിൽ. ഇനി അടുത്തത് സമഭുജ സാമാന്തരികത്തിൻ്റെ പരപ്പളവ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ സമഭുജ സാമാന്തരികത്തിൻ്റെ പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ കണ്ടുപിടിക്കാനുള്ള സൂത്രവാക്യം, ഇത് ഒരു സമഭുജ സാമാന്തരികമാണെങ്കിൽ അതിൻ്റെ ഈ 2 മൂലകൾ തമ്മിൽ ഇങ്ങനെ വരയ്ക്കുന്നതാണ് അതിൻ്റെ ഡയഗണൽ എന്ന് നമുക്കറിയാം. ഇതിൻ്റെ ഒരു ഡയഗണൽ D1 ആയിട്ടും മറ്റൊരു ഡയഗണൽ D2 ആയിട്ടും എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് D1 × D2 ഡിവൈഡഡ് ബൈ 2 എന്നതാണ് നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ. ഒരു സമഭുജ സാമാന്തരികത്തിൻ്റെ ഒരു വികരണം D1 ഉം മറ്റൊരു വികരണം D2 ഉം ആണെങ്കിൽ ഏരിയ എന്ന് പറഞ്ഞാൽ D1 × D2 ഡിവൈഡ് ബൈ 2 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ്? ഈ വികരണത്തിൻ്റെ ഗുണിതം ഡിവൈഡ് ബൈ 2, ആ ഒരു രീതിയിൽ ഉള്ള ഡെഫിനിഷൻ ഏതാണെന്ന് നോക്കണം. ഇവിടെ നോക്ക്, വികരണത്തിൻ്റെ വർഗത്തിൻ്റെ പകുതിയാണ്, അങ്ങനെയല്ലല്ലോ. അപ്പോൾ ഇവിടെ നമുക്ക് അത് തെറ്റാണെന്ന് മനസ്സിലാക്കാം. ഇനി സിയിലേക്ക് പോവാം. സമാന്തര വശങ്ങളുടെ തുകയുടെയും അവ തമ്മിലുള്ള അകലത്തിൻ്റെ ഗുണഫലത്തിൻ്റെ പകുതി, അങ്ങനെ ഇവിടെ ഇല്ലല്ലോ. അപ്പോൾ അതും തെറ്റാണ്. വികരണത്തിൻ്റെയും എതിർ മൂലകളിൽ നിന്ന് ആ വികരണത്തിലുള്ള അകലങ്ങളുടെയും തുകയുടെ ഗുണനഫലം എന്നാണ് കൊടുത്തത്. അപ്പോൾ അതും തെറ്റല്ലേ. അപ്പോൾ ശരിക്കും എന്താ? വികരണത്തിൻ്റെ ഗുണിതഫലത്തിൻ്റെ പകുതി, അതല്ലേ? വികരണത്തിൻ്റെ ഗുണിതഫലം അതിൻ്റെ പകുതി. അപ്പോൾ ഇവിടെ നമ്മുടെ ഉത്തരം എന്താണ്? ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരം. അപ്പോൾ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. പക്ഷേ ഈ ഒരു ഡെഫിനിഷൻ കണ്ടിട്ട് പേടിക്കരുത്. നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒന്ന് എഴുതി നോക്കിയിട്ട് ആ ഇക്വേഷനുമായി ബന്ധപ്പെട്ട ഡെഫിനിഷൻ ഏതാണെന്ന് മനസ്സിലാക്കിയെടുക്കുകയാണ് ഇവിടെ ചെയ്യേണ്ടത്. അപ്പോൾ ഇനി നമ്മുടെ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അടുത്ത ചോദ്യം, ഒരു സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം ഏത് എന്നാണ് നമ്മുടെ ചോദ്യം. ഒരു സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം ഏത് എന്നാണ് 57ാമത്തെ ചോദ്യമായിട്ട് ചോദിച്ചിരിക്കുന്ന ഈ ഒരു പരീക്ഷയ്ക്ക്. ഒരു സമാന്തര ശ്രേണിയുടെ n-ാം പദം കാണാനുള്ള സമവാക്യം പഠിച്ചു വെച്ചേക്കുക. an+b എന്നാണ്. an+b എന്നതാണ് ഇവിടെ നമ്മുടെ സമവാക്യം എന്ന് പറയുന്നത്. അതേ സമയത്ത് ഒരു സമാന്തര ശ്രേണിയുടെ n പദങ്ങളുടെ തുക കാണാനുള്ള സമവാക്യം എന്ന് പറയുന്നത് an² + b എന്ന് പറയുന്നതാണ് അതിൻ്റെ ആ ഒരു ബീജഗണിത രൂപം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു രീതിയിൽ തന്നിരിക്കുന്നത് ഓപ്ഷൻ ഡി ആണ്. ഇത് ഈ ഒരു രീതിയിൽ പഠിച്ചു വെക്കുക. അപ്പോൾ ഇവിടെ നൽകിയിരിക്കുന്ന ഓപ്ഷൻ ബി എന്ന് പറയുന്നത് an² + b, അതായത് ഓപ്ഷൻ സി എന്ന് പറയുന്നതാണ് തുകയുമായി ബന്ധപ്പെട്ടതാണ്. അതേസമയത്ത് ഒരു സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം എന്ന് പറയുന്നത് എന്താണ്? ഈ പറയുന്ന an+b എന്നതാണെന്ന കാര്യം ഓർത്തിരിക്കുക. അതായത് ഇപ്പോൾ എൻ്റെ സ്ഥാനത്ത് നമ്മൾ 2 എന്ന് കൊടുത്തു, n+ നമ്മൾ 3 എന്ന് കൊടുത്തു. ഇനി ആ ഒരു n-ൻ്റെ സ്ഥാനത്ത് ഞാൻ 1 കൊടുത്തു കഴിഞ്ഞാൽ
2 + 3 അത് നമുക്ക് എന്ത് കിട്ടി 5 എന്ന് കിട്ടി. ഇനി n-ന്റെ സ്ഥാനത്ത് ഞാൻ 2 കൊടുത്തു കഴിഞ്ഞാൽ 4 + 3 നമുക്ക് എന്ത് കിട്ടി 7 എന്ന് കിട്ടി. ഇനി n-ന്റെ സ്ഥാനത്ത് ഞാൻ 3 കൊടുത്തു കഴിഞ്ഞാൽ 6 + 3 അപ്പോൾ നമുക്ക് 9 എന്ന് കിട്ടി. ഇപ്പോൾ നമുക്കൊരു സമാന്തര ശ്രേണിയല്ലേ ഫോം ചെയ്യുന്നത്. അതാണ് അതിൻ്റെ ആ ഒരു ബീജഗണിത രൂപം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അതിൻ്റെ തുകയുമായി ബന്ധപ്പെട്ടാണ് an² + b ആണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ നമ്മുടെ ചോദ്യത്തിൽ ഒരു സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം ഏത് എന്ന് ചോദിച്ചാൽ an + b ആണ് ഉത്തരമായിട്ട് വരേണ്ടത്. ഇനി നമ്മുടെ അടുത്ത ചോദ്യത്തിലേക്ക് വരികയാണ്. അടുത്ത ചോദ്യം, ഒരു ക്ലോക്കിലെ സമയം 9:30 ആണെങ്കിൽ മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും തമ്മിലുള്ള കോണളവ് എത്ര എന്നാണ് നമ്മുടെ ചോദ്യമായിട്ട് തന്നിരിക്കുന്നത്. ഇവിടെ നമ്മൾ 30h മൈനസ് 11/2 m എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ 30 ഇൻറ്റു ഹവറിൻ്റെ സ്ഥാനത്ത് 9 എന്ന് കൊടുക്കുന്നു, മൈനസ് 11/2 മിനിറ്റിൻ്റെ സ്ഥാനത്ത് നമ്മൾ 30 എന്ന് കൊടുക്കുന്നു. 9 ഇൻറ്റു 30 270 ആണ് നമുക്കറിയാം. ഈ മൈനസ് ആണ്, മൈനസ് 11/2 ഇൻറ്റു 13 എന്നാണ് വരേണ്ടത്. അപ്പോൾ ഇവിടെ ഇതിനെ നമുക്ക് വെട്ടിയാൽ ഇവിടെ നമുക്ക് 15 എന്ന് കിട്ടും. 15 ഇൻറ്റു 16 എന്ന് പറയുന്നത് 165 ആണ്. 270 കുറയ്ക്കണം 165. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക 105 ഡിഗ്രി. ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. ഈ 11ൻ്റെ മൾട്ടിപ്പിള് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാനിവിടെ 15 ഇൻറ്റു 11 ചെയ്തല്ലോ. അപ്പോൾ ഈ 5നെ ഇങ്ങോട്ട് പിടിക്കുക, ഈ 5ഉം 1ഉം കൂടെ കൂട്ടുക, പിന്നെ ഈ 1നെ പിടിച്ച് താത്തി എഴുതുക. ഈ ഒരു രീതിയിൽ ചെയ്യാം. എത്ര വലിയ സംഖ്യയാണെങ്കിൽ ഇപ്പം 1331 ഇൻറ്റു 11 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ 1നെ ഇങ്ങോട്ട് എടുക്കുക, പിന്നെ ഈ 1ഉം 3ഉം കൂട്ടുക, അപ്പം നമുക്ക് 4 എന്ന് കിട്ടി. പിന്നെ 3ഉം 3ഉം കൂട്ടുക, 6 എന്ന് കിട്ടി. 3ഉം 1ഉം കൂടെ കൂട്ടുക, നമുക്ക് 4 എന്ന് കിട്ടി. പിന്നെ ഈ 1നെ പിടിച്ച് താത്തി എഴുതുക. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് സിമ്പിളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, 11ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ ഈ പറഞ്ഞ രീതി അറിയെങ്കിൽ മാത്രം ഇതൊക്കെ ഫോളോ ചെയ്യുക, അല്ലെങ്കിൽ നേരിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഞാനിവിടെ വളരെ എളുപ്പത്തിൽ, കാരണം നമുക്ക് പരീക്ഷ എഴുതുന്ന സമയത്ത് സമയം ലാഭിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെറിയ രീതിയിൽ നമുക്ക് പെട്ടെന്ന് ഉത്തരം കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് സമയം ലാഭിക്കാൻ പറ്റും. അപ്പോൾ അത് നമുക്ക് മറ്റു ചോദ്യങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇനി അടുത്തത്, 25% കിഴിവിൽ രാഹുൽ ഒരു സ്വെറ്റർ വാങ്ങി 200 രൂപ കിഴിവ് കിട്ടി എന്നാണ് പറയുന്നത്. എന്നാൽ ഡിസ്കൗണ്ടിന് മുമ്പ് സ്വെറ്ററിൻ്റെ വില എന്തായിരുന്നു എന്നാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ഇവിടെ നോക്ക്, 25% കിഴിവ് എന്നാണ് പറയുന്നത്. അപ്പോൾ 25% കിഴിവിന് തുല്യമാണ് എന്തെന്ന് പറയുന്നത് ഈ 200 രൂപ. കാരണം എന്താണ്, 200 രൂപയാണ് അദ്ദേഹത്തിന് കിഴിവ് കിട്ടിയത്. അപ്പോൾ 25% എന്ന് പറയുന്നത് എന്താണ്, 200 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ ഡിസ്കൗണ്ടിന് മുമ്പ് അതിൻ്റെ വിലയാണ്, അതായത് 100% എത്രയാണെന്നാണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നോക്ക്, 25% എന്ന് പറയുന്നത്, അതായത് ഏതോ ഒരു സംഖ്യയുണ്ട്, എക്സ് എന്ന് പറയുന്ന സംഖ്യയാണെന്ന് എടുക്കാം. ആ സംഖ്യയുടെ 25% എത്ര എന്ന് പറയുന്നത് ഈ 200 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ വില കണ്ടുപിടിക്കാൻ 25/100 = 200 എന്നതിൽ ഈ 100നെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പം ഇൻറ്റു 100 എന്നാകും. ബൈ എന്താണ് 25 എന്ന് വരും. ഇത് നേരെ ഇങ്ങോട്ട് ചെയ്യുമ്പോൾ 4 വട്ടം, 4 × 2 8 800 എന്ന ഉത്തരം കിട്ടും. ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. അപ്പോൾ ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണ്, ഓപ്ഷൻ എ ആണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. 15 തൊഴിലാളികൾക്ക് 48 മണിക്കൂറിൽ ഒരു മതിൽ പണിയാൻ കഴിയുമെങ്കിൽ 30 മണിക്കൂറിനുള്ളിൽ അതേ ജോലി ചെയ്യാൻ എത്ര തൊഴിലാളികൾ വേണം എന്നാണ് നമ്മുടെ ചോദ്യമായിട്ട് തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 15 തൊഴിലാളികളുണ്ട്. അവർക്ക് എന്താണ് 48 മണിക്കൂറിലാണ് ഒരു മതിൽ പണിയാൻ കഴിയുന്നതെങ്കിൽ 30 മണിക്കൂറിൽ എത്ര തൊഴിലാളികൾക്ക് ഈ ഒരു ജോലി ചെയ്യാൻ പറ്റും എന്നാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ഈ ഒരു രീതി നമുക്ക് ഇക്വേഷൻ ഫോം ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് 15 × 48 ബൈ നമുക്ക് 30 എന്ന് എടുത്താൽ മതി. അപ്പോൾ ഇവിടെ നമുക്ക് വെട്ടിച്ചുരുക്കിയ 2 വരും, ഇത് ഇങ്ങോട്ട് വെട്ടിയാൽ 24 എന്ന് കിട്ടും. ഇവിടെ ഉത്തരം എന്താണ്, ഓപ്ഷൻ ബി ആണ്. ഇതെങ്ങനെയാണ് എടുത്തത്, നമ്മളൊരു ഇക്വേഷൻ ഉണ്ട്, നമുക്ക് വർക്ക് എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് അറിയാവുന്ന ഒരു ഇക്വേഷനാണ്. വർക്ക് എന്ന് പറഞ്ഞാൽ എഫിഷ്യൻസി ഇൻറ്റു ടൈം എന്നൊരു ഇക്വേഷൻ ഉണ്ട്. എഫിഷ്യൻസി ഇൻറ്റു ടൈം എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. ഇവിടെ എഫിഷ്യൻസി എന്നതുകൊണ്ട് ഇവിടെ നമ്മൾ എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ആൾക്കാരുടെ എണ്ണമാണ്. ഇവിടെ 15 തൊഴിലാളികളല്ലേ, അപ്പോൾ നമ്മൾ 15 എന്ന് എടുത്തു. ഇൻറ്റു ടൈം എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്, 48. അതായത് അവർ ചെയ്യേണ്ട ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് 15 × 48 ആണ്. ഇപ്പോൾ എത്രയെങ്കിലും ആൾക്കാർ കൂടിയെങ്കിൽ പോലും ആ വർക്കിൽ വ്യത്യാസം വരില്ലല്ലോ. വർക്ക് എപ്പോഴും എന്തായിരിക്കും, തുല്യമായിരിക്കും ഇല്ലേ. ഇപ്പോൾ ഒരു 10 ഏക്കർ നിങ്ങളോട് കിളയ്ക്കാൻ പറയാമെന്ന് വിചാരിക്കുക. ഇപ്പോൾ നമ്മൾ 15 പേര് വന്നിട്ട് കിളച്ചാൽ 10 ഏക്കറാണ്. അതേസമയത്ത് 20 പേര് കൂടി വന്ന് കിളച്ചാലും 10 ഏക്കർ തന്നെയാണ് കിളയ്ക്കുക. അതാണ് ഉദ്ദേശിക്കുന്നത്. വർക്ക് എന്ത് ചെയ്യില്ല, മാറത്തില്ല.
രണ്ടാമത്തെ കേസിലേക്ക് വരുമ്പോൾ എന്താണ് ഇവിടെ പണിയാൻ കഴിയുമെങ്കിൽ 30 മണിക്കൂറിനുള്ളിൽ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഇക്വേഷനിൽ ടീൻ്റെ സ്ഥാനത്ത് ഞാൻ എന്ത് കൊടുത്തു, 30 എന്ന് കൊടുത്തു. പക്ഷേ ആൾക്കാരുടെ എണ്ണം നമ്മുടെ കൈവശമില്ല. അപ്പോൾ അവിടെ ഞാൻ എന്ത് ചെയ്തു, ക്വസ്റ്റ്യൻ മാർക്ക് എന്ന് കൊടുത്തു. നേരത്തെ പറഞ്ഞു വർക്ക് തുല്യമായതുകൊണ്ട് ഈക്വൽ സൈൻ കൊടുത്തു. അങ്ങനെ പിന്നെ നമ്മൾ ഈ ക്വസ്റ്റ്യൻ മാർക്കിൻ്റെ വാല്യൂ നമ്മൾ നേരത്തെ ചെയ്ത പോലെ കണ്ടുപിടിച്ചു, 24 എന്ന് കിട്ടി. അപ്പോൾ ആർക്കെങ്കിലും പെട്ടെന്ന് ചെയ്തപ്പോൾ മനസ്സിലായിട്ടില്ലെങ്കിൽ ഈ ഒരു രീതിയിലാണ് അങ്ങനെ എടുത്തതെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് എന്താണ്, ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഇനി നമ്മൾ മറ്റൊരു 10th ലെവൽ പരീക്ഷയിൽ ചോദിച്ചിരിക്കുന്ന മാത്സിലെ ചോദ്യങ്ങളിലേക്ക് വരികയാണ്. 1+, 2+, 3+, അങ്ങനെ തുടർന്ന് 50 വരെ പോവാണ്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, ആദ്യത്തെ 50 എണ്ണൽ സംഖ്യകളുടെ തുകയാണ് ഇവിടെ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. എണ്ണൽ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാനുള്ള സൂത്രവാക്യം നമുക്കറിയാം, n×n+1 ഡിവൈഡ് ബൈ 2 എന്നതാണ് നമ്മുടെ സൂത്രവാക്യം. എന്നിൻ്റെ സ്ഥാനത്ത് 1+, 2+, 3 അങ്ങനെ തുടർന്ന് 50 എന്ന് കൊടുത്തുകൊണ്ട് 50 എന്ന് കൊടുക്കുക. അപ്പോൾ 50 × n+1 എന്ന് പറയുമ്പോൾ 51 ആണ്, ഡിവൈഡ് ബൈ 2 ചെയ്താൽ മതി. 50 × 51 ഡിവൈഡ് ബൈ 2 ഇതിന് ഇങ്ങോട്ട് കൊടുത്താൽ 25 എന്ന് കിട്ടും. 25 × 51 എന്ന് പറയുമ്പോൾ നമുക്കത് 1275 എന്നാണ് കിട്ടുക. 1275 എന്നാണ് നമുക്ക് കിട്ടുക. അപ്പോൾ 25 × 51 എന്ന് പറയുമ്പോൾ 1275, ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. ഇനി നമ്മുടെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, അടുത്ത ചോദ്യം ഇത് നമ്മുടെ ബോട്ട്മാസ് എന്ന് പറയുന്ന നിയമം ഉപയോഗിച്ച് വേണം ഈ ഒരു ചോദ്യം നമ്മൾ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ നമുക്ക് തെറ്റായിട്ടുള്ള ഉത്തരം നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ബോട്ട്മാസ് എന്ന് പറയുന്ന ഈ ഒരു നിയമം എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ചോദ്യത്തിൽ ബ്രാക്കറ്റ്, അതുപോലെ തന്നെ ഓഫ്, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്സ്ട്രാക്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം ബ്രാക്കറ്റിൽ നിന്ന് തുടങ്ങാം, അതിനുശേഷം ഓഫിന് പ്രയോറിറ്റി കൊടുക്കണം, അതിനുശേഷം ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, ആ ഒരു രീതിയിൽ വേണം നമ്മൾ ചെയ്തു വരാനായിട്ട്. ഇപ്പോൾ ഈ ഒരു ചോദ്യത്തിലേക്ക് വരുമ്പോൾ 9 - 8 - 8 - 6 × 2 ഡിവൈഡഡ് ബൈ 4 എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഏറ്റവും ഉള്ളിലുള്ള ബ്രാക്കറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഭാഗമാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ചോദ്യത്തിൽ അവിടെ നിന്ന് വേണം നമ്മൾ ചെയ്തു തുടങ്ങാനായിട്ട്. അതിനുള്ളിലേക്ക് പോകുമ്പോൾ നോക്ക്, സബ്സ്ട്രാക്ഷനും ഉണ്ട്, മൾട്ടിപ്ലിക്കേഷനും ഉണ്ട്. ഇവിടെ നോക്ക്, ആദ്യം ചെയ്യേണ്ടത് മൾട്ടിപ്ലിക്കേഷനാണ്. അപ്പോൾ അതിനുള്ളിൽ ആദ്യം ചെയ്യേണ്ടത് ഏതാണ്, മൾട്ടിപ്ലിക്കേഷനാണ്. അപ്പോൾ 6 × 2 എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ എന്ത് കിട്ടി, 12 എന്ന് കിട്ടി. ഇപ്പോൾ ഇതിലെ ഉള്ളിലുള്ള ഭാഗം ഇങ്ങോട്ട് എഴുതാം, 8 - 12 ഡിവൈഡഡ് ബൈ 4 എന്നല്ലേ വരിക. 8 പ്രത്യേകം ശ്രദ്ധിക്കുക, ചെറുതിൽ നിന്ന് വലുത് കുറയ്ക്കുകയാണ്. അപ്പോൾ അവിടെ നമുക്ക് കിട്ടേണ്ടത് -4 എന്നാണ് കിട്ടേണ്ടത്. ഇപ്പോൾ ഈ ഒരു ഭാഗത്ത് എന്തായിട്ട് മാറി, -4 എന്നാണ് വരുന്നത്. അപ്പോൾ ഒരിക്കലും ആ സൈൻ നമ്മൾ മറന്നു പോകരുത്, അപ്പോൾ ഉത്തരം തെറ്റിപ്പോകും. ഇനി നോക്ക്, ഈ മൈനസും ഈ പുറത്തുള്ള മൈനസും കൂടി ഗുണിക്കപ്പെടുമ്പോൾ എന്താകും, പ്ലസ് ആയിട്ട് മാറും. നമ്മൾ പഠിച്ചിട്ടുണ്ട്, മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് 9 - 8 + 4 ഡിവൈഡഡ് ബൈ 4 എന്നായിട്ട് ഇപ്പോൾ നമ്മുടെ ആ ഒരു ഇക്വേഷൻ മാറ്റപ്പെട്ടു. ഇനി നോക്കുക, ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ അവിടെയും ബോട്ട്മാസ് നിയമപ്രകാരം അഡീഷനും അതുപോലെ തന്നെ ഡിവിഷനുമാണുള്ളത്. ഡിവിഷനുള്ള ഭാഗത്തിനാണ് ഈ ഒരു നിയമപ്രകാരം ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ 4/4 ആണ് നമ്മൾ ഇനി ചെയ്യേണ്ടത്. 4/4 എന്ന് പറയുമ്പോൾ എന്താണ്, 1 എന്ന് നമുക്ക് കിട്ടും. എന്താണ്, 1 എന്നാണ് കിട്ടുക. ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ എന്തായി മാറി, 8 + 1 ആണ്. 8 + 1 എന്ന് പറയുമ്പോൾ നമുക്കറിയാം 9 ആണ് വരിക. അപ്പോൾ ഇവിടെ നമുക്ക് 9 - 9 എന്നായിട്ട് മാറി. ഫൈനൽ ആൻസർ 0 എന്ന് കിട്ടി. നമ്മൾ ഈ ബോട്ട്മാസ് നിയമം പാലിക്കാതെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് 0 അല്ലാത്ത വാല്യൂ കിട്ടും. അതുകൊണ്ട് കൃത്യമായിട്ട് ഈ ഒരു ചോദ്യത്തിൽ ബോട്ട്മാസ് നിയമം പാലിച്ചു വേണം ചെയ്യാനായിട്ട്. ഇതൊക്കെ എപ്പോഴും റിപ്പീറ്റായി ചോദിക്കുന്ന ചോദ്യമാണ്. അപ്പോൾ അതറിയില്ലെങ്കിൽ അത് നിർബന്ധമായിട്ടും നിങ്ങളുടെ ഗൈഡുകളൊക്കെ നോക്കി പഠിച്ചു വെക്കണം. ഇല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ ക്ലാസ്സുകളൊക്കെ ഉണ്ടാകും. കാരണം അതറിയില്ലെങ്കിൽ ഇങ്ങനെയുള്ള ചോദ്യത്തിന് ഉത്തരം കിട്ടത്തില്ല. ഇനി അടുത്ത് 0.1ൻ്റെ എത്ര ശതമാനമാണ് 0.01 എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 0.1ൻ്റെ എത്ര ശതമാനമാണ്, അപ്പോൾ 0.1ൻ്റെ എത്ര ശതമാനം, ഇപ്പോൾ എക്സിൻ്റെ എത്ര ശതമാനമാണ് വൈ എന്ന് ചോദിച്ചാൽ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക, എക്സിൻ്റെ എത്ര ശതമാനമാണ് വൈ എന്ന് ചോദിച്ചാൽ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക, നമ്മൾ കണ്ടുപിടിക്കുന്നത് y/x × 100 എന്നല്ലേ നമ്മൾ ചെയ്യുക. എക്സിൻ്റെ എത്ര ശതമാനമാണ് വൈ എന്ന് കണ്ടുപിടിക്കാൻ y/x × 100 എന്നാണ് ചെയ്യുക. അതേപോലെ തന്നെ ഇവിടെ എന്താണ്, 0.1ൻ്റെ എക്സ് ശതമാനമാണ് എന്തെന്ന് പറയുന്നത്, ഈ പറയുന്ന 0.01 എന്ന് എടുക്കുക, 0.01 എന്ന് എടുക്കുക. ഇനി നമ്മൾ എക്സിൻ്റെ ആ ഒരു ടേമിലേക്ക് മാറ്റുകയാണെങ്കിൽ 0.01 ഡിവൈഡഡ് ബൈ എന്താണ് 0.1 × 100 എന്നാണ് വരിക. അതാണ് ഇവിടെ നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുമ്പോൾ ഇതിന് ഇങ്ങോട്ട് നമ്മൾ 100 വെച്ച് ഗുണിക്കുകയാണെങ്കിൽ 1 വരും. ഇതിൽ ഈ പോയിന്റ് കളയാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 10 വെച്ചിട്ട് ഗുണിച്ചു. അപ്പോൾ ഇവിടെ മുകളിലും ഒരു 10 വെച്ച് ഗുണിക്കണം. അപ്പോൾ ഇവിടെ മുകളിൽ 10 ആകും,
താഴെ എന്തായിട്ട് മാറി? 1 ആയിട്ട് മാറി. 10/1 എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്ക് 10% എന്ന് കിട്ടി. എത്രയാണ്? ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. ഓപ്ഷൻ ഡി ആണ് ഈ 53ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരേണ്ടത്. 10% എന്താണ് ഉത്തരമായിട്ട് വരേണ്ടത്. ഇനി അല്ലാതെയും ഈ ഒരു ചോദ്യം നമുക്ക് ചെയ്യാം. അതായത് ഇപ്പോൾ 0.1 എന്ന് നൽകിയിട്ടുണ്ട്. അതിന്റെ 10% എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ 500 എന്ന് ഞാൻ എടുത്തു. 500ന്റെ 10% എന്ന് പറയുമ്പോൾ ഈ അവസാനത്തെ ഈ ഒരു ഡിജിറ്റിന്റെ ഇവിടെ ഒരു പോയിന്റ് ഇടുക. 1% എന്ന് പറയുമ്പോഴോ ഇതാ ഇവിടെ ഒരു പോയിന്റ് ഇടുക. വീണ്ടും 10 വെച്ച് കുറയ്ക്കുകയാണ്. ആ ഒരു രീതി നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇനി ഒരു പോയിന്റ് ഇടാൻ പറ്റുക എങ്ങനെയാണ്? ഇവിടെ ഒരു 0 ഇട്ട് കൊടുക്കാനാണ്. കാരണം 1ന്റെ അപ്പുറം 0 ഇട്ടാൽ അതിന് വാല്യൂ ഇല്ല. ആ ഒരു രീതി വേണമെങ്കിൽ ഒറ്റ നോട്ടത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിന്റെ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മുടെ അതറിയില്ലെങ്കിൽ എന്ത് ചെയ്യുക? ഇപ്പോൾ നമ്മൾ ചെയ്ത ആ ഒരു രീതിയിൽ തന്നെ പോയിട്ട് ഉത്തരത്തിലേക്ക് എത്തുക. ഇവിടെ 10% എന്ന ഓപ്ഷൻ ഡി ആണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരിക. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. ഇനി അടുത്ത ചോദ്യം, x⁻0.7 x⁻2.3 എന്നിവിടെ കൊടുത്തിട്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ ആദ്യം എക്സിനെ ഒരുമിച്ച് കൊണ്ടുവന്നിട്ട് ആ പവറുകൾ തമ്മിൽ കൂട്ടണം. ഇവിടെ നോക്കുക, x⁻0.7 എന്നാണ് കൊടുത്തിരിക്കുന്നത്. 0.7 divided by 48 is equal to 36 divided by x⁻2.3 എന്നാണ് നൽകിയിരിക്കുന്നത്. ഞാൻ ആദ്യം എന്ത് ചെയ്തു? ഇതിനെ ഇങ്ങോട്ട് ഗുണിച്ചു. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തു? ഇങ്ങോട്ട് നോക്കുക, x⁻0.7 ഇൻറ്റു x⁻2.3 എന്ന് വന്നല്ലോ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇതിനെതാ ഇങ്ങോട്ട് ഗുണിച്ചു 36 ഇൻറ്റു 48 എന്നാണ് വരുന്നത്. ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ a⁻m ഇൻറ്റു a⁻n എന്ന് പറഞ്ഞാൽ a⁻m+n ആണ്. ആ ഒരു രീതിയിലല്ലേ ഇവിടെ x⁻0.7 ഇൻറ്റു x⁻2.3. അപ്പോൾ x⁻3 എന്ന് വന്നില്ലേ? x⁻3 എന്നാണ് വന്നിരിക്കുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇനി നമ്മൾ ഇപ്പോൾ ഇവിടെ ക്യൂബിൻ്റെ ആ രൂപത്തിലാണുള്ളത്. അപ്പോൾ നമുക്ക് മനസ്സിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും, ഉത്തരം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? എക്സിൻ്റെ വാല്യൂ ആണ് കിട്ടേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ക്യൂബ് റൂട്ട് എടുക്കുക തന്നെ വേണം. അപ്പോൾ നമുക്ക് എങ്ങനെ സിമ്പിളായിട്ട് ക്യൂബ് റൂട്ട് എടുക്കാൻ പറ്റും? അതാണ് നമ്മൾ ഇനി ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കുക, നമ്മളിവിടെ തന്നിരിക്കുന്ന ഈ 36 ഇൻറ്റു 48 ഉണ്ടല്ലോ, 36. അതായത് ഇപ്പോൾ നമ്മുടെ കൈവശമുള്ളത് x⁻3 ഈസ് ഈക്വൽ ടു 36 ഇൻറ്റു 48 എന്നാണ് നമ്മുടെ കൈവശമുള്ളത്. അതിൽ ഈ 36നെ ഞാൻ 6 ഇൻറ്റു 6 എന്ന് എഴുതി. അതേപോലെ ഈ ഒരു ഭാഗത്ത് ഞാൻ 8 ഇൻറ്റു 6 എന്ന് എഴുതി. ഈ 8നെ നമുക്ക് 2 ക്യൂബ് എന്ന് എഴുതാമല്ലോ. അതേപോലെ 6 ഇൻറ്റു 6 ഇൻറ്റു 6 എന്ന് പറയുമ്പോൾ എന്താ? 6 ക്യൂബ് അല്ലേ? അപ്പോൾ ഇവിടെ നോക്ക്, ഇത് എന്ന് പറയുന്നത് എന്താണ്? എക്സ് ക്യൂബ് ഈക്വൽ ടു 2 ക്യൂബ് ഇൻറ്റു 6 ക്യൂബാണ്. ഇനി ക്യൂബ് റൂട്ട് ഓഫ് 2 ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താ? ക്യൂബ് റൂട്ട് ഓഫ് 2 ക്യൂബ് 2 അല്ലേ? അപ്പോൾ നമുക്ക് എക്സ് ഈക്വൽ ടു, നമുക്ക് ഇതിനെ മൊത്തത്തിൽ ക്യൂബ് റൂട്ട് ഓഫ് 2 ക്യൂബ് ഇൻറ്റു 6 ക്യൂബ് എന്ന് വരും. അതിനെ നമുക്ക് എന്തെഴുതാം? 2 ഇൻറ്റു 6 എന്ന് എഴുതാം. ക്യൂബ് റൂട്ട് ഓഫ് 2 ക്യൂബ്, ക്യൂബ് റൂട്ട് ഓഫ് 6 ക്യൂബ്. അതെന്താണ്? നമ്മുടെ ഈ പറയുന്ന 2ഉം 6ഉമാണ്. അത് രണ്ടും കൂടെ ഗുണിച്ച് കഴിഞ്ഞാൽ 12 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ നമ്മുടെ 2ഉം 6ഉമാണ്. അത് രണ്ടും കൂടെ കുറച്ച് ഗുണിച്ചാൽ 12 കിട്ടും. അതായത് ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. ഇവിടെ നമ്മുടെ ശരിക്കുള്ള ഉത്തരം എന്താണ്? ഓപ്ഷൻ സി ആണ്. ഇവിടെ ഇത് തെറ്റായിട്ട് രേഖപ്പെടുത്തിയാണ്. ഓപ്ഷൻ സി ആണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരിക. ഓപ്ഷൻ സി ആണ്. അപ്പോൾ ഇവിടെ എന്താണ്? ഓപ്ഷൻ സി ആണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരേണ്ടത്. 54ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം. ഇനി അടുത്തത്, ഒരു സാധനത്തിൻ്റെ വില 80 രൂപ, ഇതിൻ്റെ വില 25% കൂടി, അതിനുശേഷം കൂടിയ വില 25% കുറഞ്ഞു എങ്കിൽ അതിൻ്റെ ഇപ്പോഴത്തെ വില എന്ത് എന്നാണ് ചോദ്യം. ഇത് നമ്മൾ വായിക്കണ പോലെ, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ചോദ്യം വായിക്കുമ്പോൾ കൃത്യതയോടുകൂടി വായിച്ച് വായിക്കണോടൊപ്പം തന്നെ ചെയ്തു പോവുക. ഒരു സാധനത്തിൻ്റെ വില എന്ന് പറയുന്നത് 80 രൂപ ആണെന്ന് നൽകിയിട്ടുണ്ട്. അപ്പോൾ 80 രൂപയാണ്. ഇനി ഇവിടെ നൽകിയിരിക്കുന്നത് 25% കൂടി എന്നാണ്. അതായത് എപ്പോഴും നമ്മൾ 100%ത്തിലാണ് പറയുക. കൂടുകയാണെങ്കിൽ +25 എന്ന് പറയും, കുറയാണെങ്കിൽ എന്താണ്? -25 എന്നാണ് പറയുക. അതായത് 100%തോട് 25% കൂടി, അപ്പോൾ അവിടെ എന്താണ്? 125%. ഇനി കുറയുകയാണെന്ന് വെച്ചാലോ, 100നോട് 25% കുറഞ്ഞു, അപ്പോൾ അവിടെ 75%. അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. അപ്പോൾ ഇവിടെ എന്താണ്? 80 ഇൻറ്റു കൂടി എന്നല്ല പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണ്? 80 ഇൻറ്റു 125/100 എന്ന് കിട്ടി. അതായത് 80 എന്ന് പറയുന്ന രൂപയുടെ 125%ൻ്റെ വിലയാണ് 80 ഇൻറ്റു 125/100 എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ യാതൊരു കാരണവശാലും ഇത് എന്ത് ചെയ്യരുത്? കാൽക്കുലേറ്റ് ചെയ്ത് വെക്കരുത്. ഇനി എന്താണ് അടുത്ത് പറയുന്നത്? അതിനുശേഷം കൂടിയ വില 25% കുറഞ്ഞു എന്നാണ് പറഞ്ഞത്. അതായത് ഈ ഒരു വിലയുടെ 25% കുറഞ്ഞു എന്ന് പറഞ്ഞാൽ 100നോട് 25 കുറഞ്ഞാൽ 75% അല്ലേ? അപ്പോൾ ഇൻറ്റു 75/100 നമ്മളിവിടെ ചെയ്യുക.
ഇനി നമ്മൾ എന്ത് ചെയ്യണം? വെട്ടിച്ചുരുക്കണം. അപ്പോൾ ഇപ്പോഴത്തെ വിലയാണല്ലോ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ 25 വെച്ച് പോവുകയാണെങ്കിൽ ഇവിടെ 3 വട്ടമുണ്ട്, ഇവിടെ 4 വട്ടം. ഇനി 25 വെച്ച് പോവുകയാണെങ്കിൽ ഇവിടെ 5 വട്ടം, ഇവിടെ 4 വട്ടം. നമ്മൾ 4 വെച്ച് വെട്ടിക്കളയുകയാണെങ്കിൽ ഇവിടെ 20 എന്ന് വരുന്നു. പിന്നെ 4 വെച്ച് ഇവിടെ വെട്ടുകയാണെങ്കിൽ നമുക്കിവിടെ 5 എന്ന് വരുന്നു. അങ്ങനെയാണെങ്കിൽ 5 × 5 × 3 5 25 25 × 3 വെച്ചാൽ 75 എന്നാണ് വരിക. ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. അപ്പോൾ ഇവിടെ ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണ്? ഓപ്ഷൻ എ ആണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരിക. ഇനി നമ്മൾ അടുത്ത ചോദ്യം, ജൂൺ എന്നത് VKFO എന്ന് എഴുതിയിട്ടുണ്ട്. JUNE എന്നത് VKFO എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ എഴുതിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ ഈ പറയുന്ന കോഡ് ടൈമിനെ എങ്ങനെയാണ് കോഡ് ചെയ്യാന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ നോക്കുക, ജൂൺ എന്ന് എങ്ങനെയാണ് കോഡ് ചെയ്തിരിക്കുന്നത്? ഈ J കഴിഞ്ഞാൽ വരുന്ന K ഇവിടെ, U കഴിഞ്ഞാൽ വരുന്ന V. നമ്മുടെ ഇംഗ്ലീഷ് അക്ഷരമാലയിൽ J കഴിഞ്ഞാൽ K, U കഴിഞ്ഞാൽ V. അതേപോലെ തന്നെ N കഴിഞ്ഞാൽ വരുന്ന O ഉണ്ട്, E കഴിഞ്ഞാൽ വരുന്ന Fഉം ഇവിടെ നൽകിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ടൈമിനെ ഇവിടെ നമുക്ക് കോഡ് ചെയ്യാൻ പറ്റും. ഇവിടെ എങ്ങനെയാണ്? PQRSTU ആണ്. അപ്പോൾ ഇവിടെ U വരും. ഇനി ഇവിടെ HIJ ആണ് വരേണ്ടത്. അപ്പോൾ JU വെച്ച് തുടങ്ങുന്ന കോഡാണ് നമുക്ക് വേണ്ടത്. ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. അപ്പോൾ ഇവിടെ അനിമൽ എന്ന് പറയുന്നത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമുക്കിവിടെ എന്താണ്? 4 ലെറ്ററുള്ളതാണ് ജൂൺ എന്ന് പറയുന്നത്. നമുക്ക് കണ്ടുപിടിക്കേണ്ട ടൈം എന്ന് പറയുന്നത് എന്താണ്? 4 ലെറ്ററുള്ളതാണ്. അപ്പോൾ ജൂണിനെ മാത്രം ചെക്ക് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. പക്ഷേ ഇവിടെ ടൈമിന് പകരം 5 ലെറ്ററുള്ള ഒന്നാണ് തരുന്നതെങ്കിൽ നമ്മൾ ഏതും കൂടെ നോക്കണം. ഈ അനിമൽ, അതായത് 6 ലെറ്ററുള്ള അനിമലും കൂടെ ഒന്ന് ചെക്ക് ചെയ്യണം. അതെങ്ങനെയാണ് ആ മിഡിൽ നമ്പർ കോഡ് ചെയ്തിരിക്കുന്നതും കൂടെ ചെക്ക് ചെയ്യണം. അപ്പോൾ നിലവിൽ ഈ ചോദ്യപ്രകാരം നമുക്ക് ഓപ്ഷൻ എ ഉത്തരമായിട്ട് കിട്ടും പെട്ടെന്ന് തന്നെ. അതേപോലെ തന്നെ നമ്മൾ മൊത്തം കോഡ് ചെയ്യാൻ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ JU എന്ന് കണ്ടുപിടിച്ചാൽ തന്നെ ഇപ്പോൾ നോക്ക്, J വെച്ച് തുടങ്ങുന്ന ഒറ്റൊരു കോഡേ ഇവിടെ ഉള്ളൂ, ഓപ്ഷൻ എ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവിടെ നിന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒറ്റയടിക്ക് ഉത്തരം എത്തിച്ചുകൊണ്ട് നമുക്ക് സമയം ലാഭിക്കാൻ പറ്റുന്ന ഒരു ചോദ്യം കൂടിയാണ് ഇത്. ഇനി അടുത്തത് 2008 ജനുവരി 1 ചൊവ്വാഴ്ചയാണെങ്കിൽ 2009 ജനുവരി 1 ഏത് ദിവസമായിരിക്കും എന്നാണ് നമ്മുടെ ചോദ്യം. ഇവിടെ 2008 എന്ന് പറയുന്നത് ഒരു അതിവർഷമാണോ അല്ലെങ്കിൽ ഒരു സാധാരണ വർഷമാണോ എന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. അതിവർഷമാണോ എന്ന് എങ്ങനെ മനസ്സിലാക്കുക? തന്നിരിക്കുന്ന ആ ഒരു വർഷം 4 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ 2008 4 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും. വളരെ സിമ്പിളായിട്ട് ചെക്ക് ചെയ്യാം. അതിൻ്റെ അവസാനത്തെ ഡിജിറ്റ് മാത്രം എടുത്തിട്ട് 4 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ നോക്കിയാൽ മതി. 8 നമുക്കറിയാം, 4 വെച്ച് പറ്റും. അങ്ങനെയാണെങ്കിൽ 2008 അതിവർഷമാണ്. അതായത് 366 ദിവസമുണ്ട്. അതിവർഷത്തിൽ നമ്മൾ പഠിക്കാറുണ്ട്, അതിവർഷത്തിലുള്ള ഓഡ് ഡേയ്സുകളുടെ എണ്ണം എന്ന് പറയുന്നത് 2 ദിവസമാണെന്ന് നമ്മൾ പഠിക്കാറുണ്ട്. അതായത് അതിവർഷത്തിലെ അവസാനത്തെ ഈ 31ഉം 30ഉം എന്ന് പറയുന്നത് ആ വർഷത്തിലെ ആദ്യത്തെ 2 ദിവസമായിരിക്കും. അതായത് ഇവിടെ ജനുവരി 1 എന്ന് പറയുന്നത് ചൊവ്വാഴ്ച എന്ന് നൽകിയിട്ടുണ്ടെങ്കിൽ ഈ 30-ാം തീയതി എന്ന് പറയുന്ന ചൊവ്വാഴ്ചയും തൊട്ടടുത്ത് വരുന്ന 31 എന്ന് പറയുന്നത് ബുധനാഴ്ചയുമായിരിക്കും. നമ്മളോട് പറഞ്ഞിരിക്കുന്ന ജനുവരി 1 ആണ്, അത് ബുധൻ കഴിഞ്ഞാൽ വരുന്ന വ്യാഴാഴ്ചയായിരിക്കും. ഈ ഒരു രീതിയിലാണ് നമ്മൾ ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം എഴുതുക. ഇനി സാധാരണ വർഷമാണെങ്കിലോ അവിടെ ഓഡ് ഡേയ്സുകളുടെ എണ്ണം എന്ന് പറയുന്നത് 1 ആണെന്ന് പഠിച്ചിട്ടുണ്ട്. അതായത് ആ ഒരു വർഷം തുടങ്ങുന്നത് ഏത് ദിവസമാണോ അതേ ദിവസം തന്നെയായിരിക്കും ആ വർഷം അവസാനിക്കുന്നത്. എന്നാൽ നമ്മുടെ അതിവർഷമാണെങ്കിലോ ആ വർഷം തുടങ്ങുന്ന ദിവസത്തിൻ്റെ തൊട്ടടുത്ത ദിവസമായിരിക്കും എന്ത് ചെയ്യുന്നത്? അതിവർഷം അവസാനിക്കുന്നത്. അപ്പോൾ തൊട്ടടുത്ത വർഷം എന്ന് പറയുന്നത് തൊട്ടടുത്ത ദിവസത്തിൻ്റെ തൊട്ടടുത്ത ദിവസമായിരിക്കും. ആ രീതിയിലാണ് ഈ ഒരു ചോദ്യം വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യേണ്ടത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് 3:108, അതുപോലെ ക്വസ്റ്റ്യൻ 500 ആയാൽ ഇവിടെ തന്നിരിക്കുന്നത് ഈ പറയുന്ന ചിഹ്നത്തിൻ്റെ ഇടതുവശത്തുള്ള 2 സംഖ്യകൾക്കിടയിലുള്ള അതേ ബന്ധം പാലിക്കത്തക്ക വിധത്തിൽ ചോദ്യചിഹ്നത്തിന് ഉപയോഗിക്കുന്ന സംഖ്യ ഏത്? ഇത് കൃത്യമായിട്ട് നമ്മൾ വായിച്ചു നോക്കണം. ഈ ഒരു ചോദ്യത്തിന് പ്രത്യേകതയുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഈ ചോദ്യത്തിൽ എങ്ങനെയാ വെച്ചാൽ ഈ 3നോട് ബന്ധം വെച്ച് ഈ 500 തരും, അതേപോലെ 108നോട് ബന്ധം വെച്ച് ഈ ക്വസ്റ്റ്യൻ മാർക്ക് തരും. ആ രീതിയിലും ചോദ്യം വരും. പക്ഷേ ഇവിടെ കൃത്യമായിട്ട് നമ്മുടെ ചോദ്യത്തിൽ എന്താണ്? ഈ ഒരു ചിഹ്നം, അതായത് ഈ ഒരു ചിഹ്നത്തിൻ്റെ ഇടതുവശത്തുള്ള 2 സംഖ്യകൾക്കിടയിലുള്ള അതേ ബന്ധം. അപ്പോൾ ഈ സംഖ്യയും എങ്ങനെയോ ഒരു ഫോം ചെയ്തിട്ടുണ്ട്, എന്തോ ഒരു ബന്ധം വെച്ച് ഫോം ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ 500 ഈ ക്വസ്റ്റ്യൻ മാർക്കിൻ്റെ അടുത്ത് വരുന്ന ഏതോ ഒരു സംഖ്യ കൊണ്ടാണ് ഫോം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ഫോം ചെയ്തത്? ഈ 3 × 3 × 3 × 4 ചെയ്യുമ്പോൾ എന്ത് കിട്ടി? 108 എന്ന് കിട്ടി. അപ്പോൾ അതുപോലെ ഇവിടെ എങ്ങനെയാണ്? 5 × 5 × 5 × 4 ചെയ്യുമ്പോൾ എന്ത് കിട്ടി? നമുക്ക് 500 എന്ന് കിട്ടി. കാരണം 5 × 5 25, 25 × 5 എന്ന് പറയുമ്പോൾ നമുക്ക് എത്രയാണെന്ന് വരും? 125. 125 × 4 ചെയ്താൽ നമുക്ക് എന്താണെന്ന് കിട്ടും? നമ്മുടെ
ഈ പറയുന്ന 500 എന്നാണ് കിട്ടുക. ആ ഒരു രീതിയിലാണ് ഈ ഒരു ചോദ്യം നമ്മൾ ചെയ്യേണ്ടത്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. പക്ഷേ ഇങ്ങനെ ഒരു ചോദ്യം കിട്ടുമ്പോൾ ചിലപ്പോൾ പരീക്ഷ ഹാളിൽ നമുക്ക് കുറേ നേരം ആലോചിച്ചാലൊക്കെ ആയിരിക്കും ഇതിൻ്റെ ഉത്തരത്തിലേക്ക് പോവുക. ഒരു കാരണവശാലും ഈ ഒരു ചോദ്യമൊന്നും നിങ്ങൾ എന്ത് ചെയ്യരുത്, കുറേ സമയം എടുത്തുകൊണ്ട് തുടക്കത്തിൽ ചെയ്യാൻ പാടില്ല. ഇത് ഒരു വട്ടയിട്ടങ്ങ് വെക്കുക. എന്നിട്ട് എനിക്കിതിൻ്റെ ഉത്തരം കിട്ടും എന്നൊരു ഉറപ്പുള്ള ഒരു ചോദ്യമാണല്ലോ, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അവസാനം ചെയ്യാൻ വേണ്ടി ഇരിക്കുക. അതായത് എളുപ്പമുള്ള ചോദ്യങ്ങളൊക്കെ ആദ്യത്തെ ഒരു അരമണിക്കൂർ കൊണ്ട് കണ്ടുപിടിച്ച് ചെയ്ത ശേഷം പിന്നീടുള്ള സമയം വേണം ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചോദ്യത്തിന് വേണ്ടി കുറേ സമയം വേസ്റ്റ് ആവുകയും നമ്മൾ പോലും അറിയില്ല. കാരണം ഓൾറെഡി നമ്മുടെ പരീക്ഷ ഹാളിൽ ക്ലോക്ക് ഇല്ല, അതുകൊണ്ട് നമ്മൾ പോലും അറിയത്തില്ല. അപ്പോൾ നമുക്ക് എന്താണ്, ഈ ഒരു ചോദ്യം നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ 1 മാർക്ക്, ഈ ഒരു ചോദ്യം നഷ്ടപ്പെട്ടാലോ, നമുക്ക് ഈ ഒരു ചോദ്യം നഷ്ടപ്പെട്ടാൽ 1 മാർക്ക് പോയി. ഈ ഒരു ചോദ്യത്തിൻ്റെ സമയം നഷ്ടപ്പെടൽ കാരണം ബാക്കി വരുന്ന ഒരു 10ഓ 15ഓ ചോദ്യം നഷ്ടപ്പെട്ടാലോ, അപ്പം നിങ്ങളുടെ 15 മാർക്ക് പോയി. അപ്പോൾ ആ ഒരു രീതിയിൽ വേണം പരീക്ഷ ഹാളിൽ ചിന്തിക്കാൻ. ഇതൊക്കെ PSC എന്താണ് ഒരു കുറുക്ക് വഴിയിലൂടെ നമ്മുടെ മുന്നിലേക്ക് തരുന്ന ചോദ്യങ്ങളാണ്. അതായത് ഏതൊക്കെ ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യണം, ഏതൊക്കെ ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ട എന്നതൊക്കെ PSC ഒരു കോമ്പറ്റീറ്റീവ് എക്സാം നടത്തുന്ന സമയത്ത് ചെക്ക് ചെയ്യും. ചില ചോദ്യങ്ങൾക്ക് ചിലപ്പം ഉത്തരം ഉണ്ടാവില്ല. അതൊക്കെ PSC മനസ്സിലാക്കി ഇവരെങ്ങനെയാണ് ആ ഒരു പരീക്ഷാ ഹാളിൽ ഈ ചോദ്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കും. കാരണം നമ്മൾ അത്രത്തോളം വലിയൊരു പോസ്റ്റിലേക്കാണ് പോയി ഇരിക്കുന്നത്. നമ്മൾ തയ്യാറാക്കുന്ന ഫയലുകൾ എന്താണ്, എത്രയോ ആൾക്കാരുടെ ജീവനാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ചോദ്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് അവിടുന്ന് മനസ്സിലാക്കി ഇപ്പോൾ ചെയ്യണോ അല്ലെങ്കിൽ പിന്നെ ചെയ്താൽ മതിയെന്ന് എന്ത് ചെയ്യണം, പെട്ടെന്ന് തന്നെ മനസ്സിലാക്കി അടുത്ത ചോദ്യത്തിലേക്ക് പോകേണ്ട ചോദ്യമാണ്. ഇനി അടുത്ത് നോക്കുക, A*B എന്നാൽ AB-യുടെ മകളാണ്, A+B എന്നാൽ AB-യുടെ ഭർത്താവാണ്, A-B എന്നാൽ AB-യുടെ സഹോദരി ആണെന്നാണ് കൊടുത്തത്. P+Q-R × S എന്നതിനെ സംബന്ധിച്ച് ശരിയായത് ഏതെന്നാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഈ ബന്ധം വെച്ചുകൊണ്ട് P+Q-R × S നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഡയഗ്രാം നമ്മൾ വരയ്ക്കണം. ഇവിടെ P+Q എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നോക്കുക, A+B എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ A-യുടെ ഭർത്താവ് എന്നാണ്, A-B-യുടെ ഭർത്താവ് എന്നാണ് നൽകിയിരിക്കുന്നത്. A എന്താണ്, B-യുടെ ഭർത്താവ് എന്നാണ്. അപ്പോൾ ഇവിടെ എന്താണ്, P എന്താണ്, Q-ന്റെ ഭർത്താവാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ വരയ്ക്കാം. P എന്ന് പറയുന്നത് എന്താണ്, Q-ന്റെ ഭർത്താവാണ്. അപ്പോൾ ഇദ്ദേഹം ആണാണ്, ഇവരെന്താണ്, സ്ത്രീയാണ്. ഇനി അടുത്തത് പറയുന്നത് എന്താണ്, Q-R എന്നാണ് കൊടുത്തത്. അതായത് A-B എന്ന് പറഞ്ഞാൽ AB-യുടെ സഹോദരിയാണെന്നാണ്. അപ്പോൾ ഇവിടെ Q എന്ന് പറയുന്നത് R-ന്റെ സഹോദരിയാണ്. അപ്പോൾ Q എന്ന് പറയുന്നത് R-ന്റെ സഹോദരി എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതായത് നമുക്കിവിടെ R-ന്റെ ജെൻഡർ എന്താണെന്ന് ഇവിടുന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. ഇനി R × S എന്നാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇവിടെ എന്താണ്, A×B എന്ന് പറഞ്ഞാൽ AB-യുടെ മകളാണെന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്, R × S എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, AB-യുടെ മകള് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ S-ന്റെ മകൾ എന്നാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ S ഇവിടെ ഉണ്ട്, ഇവിടെ നമുക്ക് ഇവരും എന്താണ്, സ്ത്രീയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് നോക്കുക, PS-ന്റെ മകനാണ്. PS-ന്റെ മകനാണോ? അല്ല, PS-ന്റെ മകനല്ല, മറിച്ച് ആരാണ്, മരുമകനാണ്. ഇനി അടുത്ത് നോക്ക്, QR-ന്റെ സഹോദരനാണ്. QR-ന്റെ സഹോദരനാണോ? QR-ന്റെ സഹോദരിയാണ്. ഇനി SR-ന്റെ മകളാണ്. SR-ന്റെ മകളാണോ? അല്ല, S-ന്റെ മകളാണ്. ഇനി PS-ന്റെ മരുമകനാണ്, ശരിയല്ലേ? P എന്ന് പറയുന്നത് S-ന്റെ മകളുടെ ഭർത്താവ്, മരുമകൻ. ഓപ്ഷൻ D ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ആ കണ്ടീഷൻ ഉപയോഗിച്ചുകൊണ്ട് ചിത്രം വരയ്ക്കുക, സിമ്പിളായിട്ട് ഉത്തരത്തിലേക്ക് എത്തുക, സിമ്പിളായിട്ടുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നത്. 2 പരീക്ഷയിലൂടെ ചോദിച്ച ചോദ്യങ്ങളാണ് പരിചയപ്പെടുത്തിയത്. ഒരു ചോദ്യം ഡിലീറ്റ് ആയി പോയിട്ടുണ്ട്, അതാണ് 59 എന്ന് കാണിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ പറഞ്ഞ 20 ചോദ്യങ്ങളിൽ, അതായത് 19ഓളം ചോദ്യങ്ങളുണ്ട്. ഇതേ പാറ്റേണിലുള്ള ചോദ്യങ്ങൾ തന്നെയാണ് വരാൻ പോകുന്ന LDCയിലും നമ്മളോട് ചോദിക്കുക. കാരണം ഇത് 2023-ലും 2024-ലും ഒക്കെ നടന്ന പരീക്ഷയിലെ ചോദ്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് മാത്സിലെ കുറേ ചോദ്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ വീണ്ടും ഇതുപോലുള്ള ചോദ്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും വരും. അപ്പോൾ നമ്മൾ ഇന്നലെ 100ഓളം ചോദ്യങ്ങൾ നമ്മുടെ GK എന്ന് പറയുന്ന ഭാഗവുമായി ബന്ധപ്പെട്ട് ഇംഗ്ലീഷും മലയാളം ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരു ക്ലാസ്സും പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ആ ക്ലാസ്സൊക്കെ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഒപ്പം ഈ ക്ലാസ്സിലെ മാത്സിലെ ചോദ്യങ്ങളൊക്കെ വീണ്ടും ചെയ്ത് നോക്കുക, പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, എങ്കിൽ മാത്രമേ പരീക്ഷയ്ക്ക് പോകുമ്പോൾ എളുപ്പമാവുള്ളൂ. ഒപ്പം ഏതൊക്കെ ചോദ്യങ്ങൾ ഏതൊക്കെ സമയത്ത് അറ്റൻഡ് ചെയ്യണം എന്നതൊക്കെ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. അപ്പോൾ ഇത്തരത്തിലുള്ള ക്ലാസ്സുകളൊക്കെ കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, ക്ലാസ്സുകളൊക്കെ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ഈ ക്ലാസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് രേഖപ്പെടുത്തുക. ഒപ്പം ഞങ്ങളുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ ടെലിഗ്രാം ചാനൽ ഓൾ PSC എക്സാം ടിപ്സ് എന്ന് ടെലിഗ്രാം ചാനലിൽ വന്ന് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്, അതിലേക്കും ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ ക്ലാസ് ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അടുത്തൊരു ക്ലാസ് കാണുമ്പോഴേക്കും നന്ദി, നമസ്കാരം.